സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ. സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. 73-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയത് ആസാഫ് എന്ന് പറയുന്ന ഒരു ഭക്തനാണ്. ആസാഫ് ലേവി ഗോത്രക്കാരനാണ്. സ്തോത്രം. മാത്രമല്ല ഗായക സംഘത്തിൽ പ്രധാനിയാണ് ആസാഫ്. ഈ സങ്കീർത്തനത്തിൽ അവന്റെ ജീവിതത്തിലുള്ള ഒട്ടനവധി വേദനകൾ അവൻ വിവരിക്കുന്നുണ്ട്. അവൻ പറയുന്നത്, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചത് വ്യർത്ഥമായോ എന്നൊരു ചോദ്യം അവൻ അതിൽ ചോദിക്കുന്നുണ്ട്. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പല നിലകളിലുള്ള വേദനകൾ ഉണ്ടാകുന്നു. ദൈവമായി ബന്ധമില്ലാത്തവർക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർ സുഖമായി എന്ത് ചെയ്യുന്നു. അത് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇച്ചിരിക്കോൾ അവന് ഉള്ളിലങ്ങ് പ്രയാസം തോന്നി. സ്തോത്രം. ആമേൻ. ഇപ്പം യഥാർത്ഥ ദൈവിക ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മെ ഓരോ ദിവസവും ദൈവം പണിതുകൊണ്ടിരിക്കുക. അതെങ്ങനെയാ? കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. കുശവൻ ആ കളിമണ്ണ് കൈപിടിച്ചുകൊണ്ടിരിക്കുകയല്ല, അവനതിനെ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് ആദ്യമൊന്നും മയപ്പെടുത്തും. ആദ്യം എന്ത് ചെയ്യും? ആ മയപ്പെടുത്തുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഒരു ഞെക്ക് കിട്ടുമ്പോ അയ്യോ, ഒരു ചവിട്ട് കിട്ടുമ്പോ അയ്യോ, അവിടുന്നും ഇവിടുന്നും തിരിച്ചും മറിച്ചും ഇടിച്ചിയും ചവിട്ടും കുത്തും കിട്ടുകയാ. എന്തിനു വേണ്ടിയാ? മയപ്പെടുത്തി എടുക്കുകയാ. അതിനുശേഷമാണ് ഹല്ലേലൂയ ഒരു മാനപാത്രമായി അതിനെ മെനഞ്ഞെടുക്കുന്നേ. മെനഞ്ഞെടുത്തു കഴിഞ്ഞിട്ടും വേദന തീരുന്നില്ലെന്നേ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സഹിക്കുവാൻ കഴിയാത്തതായ ഒരു അഗ്നിയിലൂടെ കടത്തിവിടുകയാ. സ്തോത്ര. ഹല്ലേലൂയ. ആ അഗ്നിയിലൂടെ കടത്തി വിട്ടനന്തരം ഹല്ലേലൂയ അവൻ ആ പാത്രം കരത്തിലേന്തി ഒന്ന് കൊട്ടി നോക്കും. കൊട്ടി നോക്കുമ്പോൾ അതിന്റെ ശബ്ദം ഡും ഡും എന്നാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കൊട്ടുമ്പോൾ എന്നുള്ള ശബ്ദം കേൾക്കുന്നതെങ്കിൽ അതിനെ എടുത്ത് മാറ്റി ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ തക്കതായ ഒരു മാന്യ പാത്രമാക്കി തീർക്കുകയാ. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമേ, ആസഫിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തെ അവൻ നോക്കിയപ്പോൾ പലതും ഹല്ലേലൂയ സുഖത്തോടെ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ പലപ്പോഴും അവൻ വേദന അനുഭവിക്കുകയാ. സ്തോത്രം.
പക്ഷേ അവൻ പ്രാരംഭ വാക്യത്തിൽ പറയുന്ന വാക്ക് അതിന്റെ താഴെ അവൻ പറയുന്നുണ്ട്, ഒന്ന് അവൻ എന്ത് ചെയ്തു? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവന്റെ ഹൃദയത്തിനകത്ത് ഉലച്ചൽ വന്നപ്പോൾ ഹല്ലേലൂയ, അവനൊന്ന് ആടി ഉലയുവാനിടയായപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ അവസാനം എന്താണ്? അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി, ഇവർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്, ഏത് സമയത്ത് വേണമെങ്കിൽ വീഴാം, എപ്പോ വേണമെങ്കിൽ തകർന്നു പോകാം എന്നൊരവസ്ഥയിൽ അവർ നിൽക്കുന്നത്. ഹല്ലേലൂയ എന്നൊരു ബോധ്യം അവനുണ്ടായി. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിക്കുകയാ, ദൈവസന്നിധിയോട് ചേർന്നിരിക്കുകയാ, ഞാൻ ദൈവമുഖത്തേക്ക് നോക്കുകയാ, ആ ഉടമസ്ഥന്റെ അടുക്കലേക്ക് ഞാൻ അടുത്തു ചെല്ലുകയാ. സ്തോത്രം. ഇസ്രായേൽ എന്നുള്ള പേര് ലഭിച്ചത് യാക്കോബിനാണ്. ആ പേര് അവന് ലഭിച്ചത് എല്ലാം മറുകര കടത്തി അവൻ ഒറ്റയ്ക്ക് ചെയ്യിച്ചു. എല്ലാം കടത്തി. അവന്റെ സമ്പത്ത് കടന്നു, അവന്റെ മക്കൾ കടന്നു, ഭാര്യമാർ കടന്നു. ആ പ്രവൃത്തികൾ അവൻ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള വ്യക്തിയെ ഏറ്റവും പുറകിൽ നിർത്തിയിരിക്കുക, ഇഷ്ടക്കുറവുള്ളവരെ മുന്നിൽ നിർത്തിയിരിക്കുക. അവർ തട്ടിപ്പോയാലും കുഴപ്പമില്ലെന്നാ പറയുന്നേ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ സൂത്രത്തിൽ നിൽക്കുമ്പോൾ ഇവൻ ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കണം. അവിടെ ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്. അവസാനം ഇവൻ അനുഗ്രഹം പ്രാപിച്ചിട്ടേ പോകൂ എന്നുള്ളൊരു സ്ഥാനത്തെത്തിയപ്പോൾ തമ്പുരാൻ ചോദിച്ചു, എടാ മോനെ, നിന്റെ പേരെന്താ? നാം സേവിക്കുന്ന ദൈവത്തിന് ഇവന്റെ പേരറിയില്ലേ? അറിയും. നിന്റെ ആദരം കൊണ്ട് പറ നിന്റെ പേരെന്താ. സ്തോത്രം. അവൻ പറഞ്ഞു, എന്റെ പേര് യാക്കോബാണ്. യാക്കോബ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉപായി എന്നാണ്. സൂത്രക്കാരൻ. അവൻ നടത്തിയ സൂത്രങ്ങളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ലാബാന്റെ സമ്പത്ത് മൊത്തം കണ്ടുപിടുത്തങ്ങളുടെ മുൻപിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടുത്തങ്ങളുടെ സൂത്രക്കാരൻ യാക്കോബാ. അതുകൊണ്ടാണ് ഇസ്രായേൽ മിടുക്കന്മാരായിട്ട് നിൽക്കുന്നത്. എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ഏറെക്കുറെ പുറകെ അവരാണ്. എന്തുകൊണ്ട് അവർ അങ്ങനെ ആയത്? അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും മറ്റുള്ളവരിലും അധികമാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തോടവൻ മൽപ്പിടുത്തം നടത്തി. അവസാനം ദൈവമായുള്ള ബന്ധത്തിൽ ദൈവം അവനോട് പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാകും. ഇസ്രായേലിന്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേൽ എന്ന് പറയുമ്പോൾ സ്വയമായ ചിന്തകൾ വിട്ട് ദൈവമായുള്ള ബന്ധത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ മാത്രമായ ഒരു വ്യക്തിത്വമായി മാറണം. ഇവൻ ഇച്ചിരി ഓട്ടക്കാരനാ. ആര്? യാക്കോബ്. തമ്പുരാൻ ഇത് ചെയ്തു, അവന്റെ തൊടയെ ഓന്നങ്ങ് തൊട്ടു. ഇപ്പൊ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. അമ്മച്ചു കൊണ്ടുവന്ന വടിയേക്കാളും വലിയൊരു വടി അവന്റെ കയ്യിലുണ്ട്. വടി ഊന്നി അവൻ നടക്കുക. അപ്പൊ വടി ഉണ്ടായാലേ ലേല പാടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓട്ടമല്ല, ആരെ കണ്ടാലും നിലത്ത് വീഴുക. സ്വതന്ത്രം. ഓടാൻ പറ്റില്ല. ആശ്രയിപ്പാൻ തയ്യാറായി,
താഴുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ദൈവമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ അവൻ സന്നദ്ധനായി. മാനുഷിക ചിന്തകളെ വിട്ടേ പറ്റൂ. അതിന് വ്യക്തമായ ഒരു ഉദാഹരണം തിരുവചനത്തിലുണ്ട്. സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഭാഗം കിടപ്പുണ്ട്. ഒന്നെടുത്ത് വായിച്ചാട്ടെ. കാരണം ദൈവമായുള്ള ബന്ധം പലയിടങ്ങളിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആയിരിക്കണം ആശ്രയമെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് എന്ത് ചെയ്യില്ല, ദൈവത്തിൽ ആശ്രയിക്കില്ല. വായിച്ചേ 6-ാം വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനത്രേ എന്ന് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് യഹോവ അരുളി ചെയ്യുകയാ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഒരു ദൈവവൈതലിന്റെ വിഷയം എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ബുദ്ധിമണ്ഡലത്തിൽ ചലിക്കുന്ന പ്രവൃത്തിയല്ല, മറിച്ച് ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവിക കരം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവാത്മാവിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് നീ പാഠങ്ങൾ വെക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ അറിയാതെ തന്നെ നിന്നെ ജയത്തോടെ നടത്തുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കുന്ന എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരൂ എന്ന് സെരുബ്ബാബേലിനോട് ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിന്തകൾ അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന്റെ മുൻപിൽ ഒരു മഹാപർവ്വതമായി നിലകൊള്ളുകയാണ്. അത് സമഭൂമിയായി തീരും എന്ന് ദൈവം അവനോട് പറയുന്നു. ഞാൻ ആ ഭാഗത്തു നിന്ന് മാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, മാനുഷിക ചിന്തകൾ ദൈവിക പ്രവൃത്തിക്ക് തടസ്സമാണ് കേട്ടോ. മാനുഷികമായ ചിന്തയ്ക്ക് നീ ഉടമയായാൽ അത് എത്ര കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാലും ലോകരോടുള്ള ബന്ധത്തിലല്ല പറയുന്നത്, ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. വചനം പറയുന്നത്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുകയാ. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവമക്കൾ. അവർ ദൈവവചനം അനുസരിച്ചേ മതിയാകൂ, ദൈവവചനത്തിന്റെ കീഴിൽ സമർപ്പിച്ചേ മതിയാകൂ. ആ സമർപ്പണത്തിന് നീ വിധേയപ്പെട്ടാൽ, ഹല്ലേലൂയ, വചനം പറയുന്ന വാക്ക് തന്നെ ഇന്ന് പകൽ ഞാൻ ഉച്ചരിക്കാം. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന്, ഒരു ദൈവ പ്രവൃത്തിയുടെ കരമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. മനുഷ്യൻ ഒരുപക്ഷെ നിന്നോട് പറയും അത് എങ്ങനെ സംഭവിക്കും, എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകലിൽ വിളിച്ചു പറയുകയാ. നിന്റെ ചിന്തകൾക്കപ്പുറം പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ഉടമസ്ഥനുണ്ട്. ആ പ്രവൃത്തി തടുക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ച തിരുവചന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. യാക്കോബിനോട് പറയുകയാണ്, നിന്നെ നിരസിച്ച് കളയാതെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. എന്താ അതിന്റെ കാരണം? എന്റെ സ്നേഹിതനായ അബ്രഹാമാണ് അതിന്റെ കാരണം. അവനോട് ഞാൻ ചില ഹല്ലേലൂയ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തം എനിക്ക് മാറ്റാൻ കഴിയില്ല. ആ വാഗ്ദത്തം നിലനിൽക്കുന്നതാണ്. ആ വാഗ്ദത്തത്തിന്റെ ഉടമയാണ് പുതിയ നിയമസഭയോ ഹല്ലേലൂയ ക്രിസ്തുവിലൂടെ ആ വാഗ്ദത്തം പ്രാപിക്കുന്നവരാണ്, പ്രാപിപ്പാൻ പോകുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്ന പുതിയ നിയമസഭ.
അത് ലഭ്യമാകുന്നത് ക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ വാഗ്ദത്തം നമുക്കും ലഭിക്കുകയാണ്. സ്തോത്രം. അടുത്ത വാക്ക് ആസഫ് പറയുന്നത് നിർമ്മല ഹൃദയമുള്ളവൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽ ഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ആമേൻ. ആമേൻ. അപ്പോൾ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ജ്ഞാനങ്ങളിൽ ഒന്നാണ് നിർമ്മലമായൊരു ഹൃദയം. അത് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണം. 51-ാം സങ്കീർത്തനത്തിലുണ്ടത്. യാക്കോബ് 3:17. അപ്പോൾ നിർമ്മലമായൊരു ഹൃദയം ദൈവമക്കൾക്ക് അനിവാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന അവസാന വാക്കുകളിൽ പക്ഷപാതം, കപടം, ഇത് നിർമ്മല ഹൃദയത്തിന് ഭൂഷണമല്ല. സ്തോത്രം. സമാധാനമുള്ള ഒരു അനുഭവത്തിനുടമയാകും, ശാന്തതയുള്ള ഒരു അനുഭവത്തിനുടമയാകും, അനുസരണമുള്ള ഒരു അനുഭവത്തിനുടമയാകും, കരുണയുള്ള ഒരു അനുഭവത്തിന് ഉടമയാകും, സൽഫലം നിറഞ്ഞതാകും. അത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഞാൻ കമ്പിവാചകം പോലെ മുൻപോട്ട് പോകുകയാ. നിങ്ങളൊന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം അതിനകത്തുണ്ട്. ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ശ്രദ്ധിക്കണം. ഒരു ഗുഹയ്ക്കകത്ത് ദാവീദും അവന്റെ കൂടെയുള്ള ആളുകളുമായിരിക്കുകയാണ്. ആ ഗുഹയ്ക്കകത്ത് തന്നെ ദാവീദും ആയിരിക്കുമ്പോൾ തന്നെ ശൗൽ അതിനകത്ത് കയറി. അവൻ കയറിയത് അവിടെ എന്തിനാണെന്ന് വേദപുസ്തകം അവിടെ പറയുന്നുണ്ട്. ആ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ വസ്ത്രത്തിന്റെ അഗ്രം ശാന്തമായി ദാവീദ് അത് മുറിച്ചെടുത്തു. വേറെ ഒന്നിനും വേണ്ടിയല്ല, നിന്നെ ഈ ഗുഹയ്ക്കകത്ത് എനിക്ക് കിട്ടി, ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ല എന്ന് ആരോട് പറയണം? ശൗലിനോട് പറയണം. അപ്പൊ അത് പറയാൻ അടയാളമായിട്ടാണ് അവൻ എന്ത് ചെയ്തത്? വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുത്തത്. പക്ഷെ അത് മുറിച്ചെടുത്ത് അല്പം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഉള്ളിലൊരു കുത്ത്. അത് ചെയ്തത് തെറ്റായിപ്പോയി. സ്തോത്രം. നിർമ്മല ഹൃദയത്തിന്റെ പ്രത്യേകതയെ പറയുന്നേ. ചെയ്തത് തെറ്റായിപ്പോയെന്ന് ഒരു ചിന്ത അവനെ ഭരിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച സമയങ്ങളിൽ ഒരു പ്രത്യേക സന്തോഷത്തിന് ഉടമയായിരുന്നു യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ചവർക്ക്. അതാര് സ്വീകരിച്ചാലും ഉണ്ടാകും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അകത്ത് അവകാശം പറഞ്ഞിരുന്ന ശത്രുവായവൻ അതിനകത്ത് നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. മറിച്ച് ദൈവ സാന്നിധ്യം അതിനകത്ത് വരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം
മക്കളെ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാ. അത് ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ. ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഹൃദയത്തിന് ഉടമയായിരുന്നു ആര്? ദാവീദ്. പിൻകാലത്ത് അവസ്ഥകൾക്ക് മാറ്റം വന്നു. അത് ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ 2 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യെഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ദൈവവചനം അനുസരിക്കണം. ദൈവവചനം അനുസരിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവിടെ ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ. സ്തോത്രം. അപ്പോൾ നീക്കേണ്ടതിനെ എല്ലാം നീക്കുവാൻ തുടങ്ങി. മാറ്റേണ്ടതിനെ ഒന്നൊന്നായി മാറ്റുവാൻ തുടങ്ങി. സ്തോത്രം. അവിടെ പ്രത്യേകം പറയുന്നു, ഇസ്രായേലിന്റെ ആചാരപ്രകാരം. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് ഒരു ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായി. വേദപുസ്തകത്തെക്കാൾ പ്രാധാന്യത ചില ആചാരങ്ങൾക്ക് അവർ കൊടുക്കുവാൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ യഹോശാഫാത്ത് പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു. ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ദാവീദ് ബന്ധം സ്ഥാപിച്ചത് അവന്റെ അപ്പൻ അറിഞ്ഞില്ല, അവന്റെ സഹോദരന്മാർ അറിഞ്ഞില്ല. ആര് ബന്ധം സ്ഥാപിച്ചത്? ദാവീദ്. അവൻ ബന്ധം സ്ഥാപിച്ചത് നാട്ടിൽ വെച്ചല്ല, കാട്ടിൽ വെച്ച. എല്ലാവരും തള്ളപ്പെട്ടതായ ഒരു അനുഭവത്തിന് ഉടമയായിരുന്നു എന്ന് വേണം വാസ്തവത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ. ഇല്ലായിരുന്നുവെങ്കിൽ, മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും പ്രധാനിയായിരുന്നുവെങ്കിൽ അവനെ ആ സദ്യക്ക് ക്ഷണിക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? ആ യാഗത്തിന് അവനെ ക്ഷണിച്ചില്ല. തൈലപാത്രവുമായി നിൽക്കുന്ന ശൗമേല് മൂത്ത മകനെ ഈശായി ശൗമേലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. തൈലപാത്രം എടുത്ത് അവന്റെ യോഗ്യത നോക്കിക്കഴിഞ്ഞപ്പോൾ തലയെടുപ്പുണ്ട്, മിടുക്കനാണ്. തമ്പുരാൻ പറഞ്ഞു, മോനെ ഇവനല്ല. ഞാൻ ചിന്തിക്കുന്നത്, തൈലപാത്രം എന്ത് ചെയ്തു? എടുത്ത് ഉയർത്തി ഒഴിക്കാൻ വേണ്ടി. ഒഴിക്കുന്നതിന് മുൻപ് പറഞ്ഞു, മോനെ ഇതല്ല. വീണ്ടും തൈലപാത്രം താഴേക്ക് അങ്ങ് താണു. അവനെ മാറ്റി നിർത്തി. അടുത്തവനെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവന്നു. യോഗ്യരാണെന്ന് അപ്പന് തോന്നിയവരെ കൊണ്ടുവന്നു. എല്ലാവരെയും തള്ളി. എന്റെ ചിന്തയിൽ ഞാൻ പറയുക, ശൗമേലിനും സംശയമായി കാണും. ഇതെന്തൊരു കളിയാടാ? മക്കളെ എല്ലാവരെയും ശുദ്ധീകരിച്ച് കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. എല്ലാ മക്കളെയും കൊണ്ടുവന്ന് നിർത്തിയെന്നാണ് ശൗമേലും ചിന്തിച്ചത്. പക്ഷെ ഈശായി കാട്ടിക്കിടക്കുന്നവനെ വലിയ കാര്യമായിട്ട് എന്ത് ചെയ്തില്ല, പരിഗണിച്ചില്ല. സ്തോത്രം. അവസാനം ഈശായോട് ശൗമേൽ ചോദിച്ചു, നിന്റെ മക്കൾ എല്ലാവരും ആയോ? ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടില്ല, ആടുകളെ നോക്കുക. ഈശായോട് ശൗമേൽ പറഞ്ഞു, അവൻ വന്നല്ലാതെ പന്തിക്കിരിക്കില്ല.
ആര്? കാട്ടിൽ കിടക്കുന്നവൻ വന്നല്ലാതെ പന്തിക്കിരിക്കില്ല. ഇവിടെ നിന്നൊരു ദൂത് വിളിച്ചു പറയാം. നിന്നെ ആരെല്ലാം തള്ളിയാലും, നിന്നെ ആരെല്ലാം മാറ്റി നിർത്തിയാലോ, നീ ദൈവമായി ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന ദൈവവചനത്തിന്റെ ശക്തിയെ പകർത്ത് വെളിപ്പെടുന്നത് നിശ്ചയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വിളിച്ചപ്പം ദാവീദിനൊരു നല്ല ഗുണം ഉണ്ടായിരുന്നു. മുഷ്ക് കാണിച്ചില്ല. പ്രധാനപ്പെട്ട ഒരു വിശേഷം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മളെ ക്ഷണിച്ചില്ലെന്ന് കരുത്. അവസാനം ആ പരിപാടി നടത്താൻ വന്ന ആള് പറയുകയാണ്, മക്കളെല്ലാവരും ആയോ? ഇല്ല, ഇനി ഒരുത്തനുണ്ട്, അവനെ വിളിച്ചിട്ടില്ല, അവൻ കാട്ടില്ല, അവനെ വിളിക്കണം. ആരെങ്കിലും പറഞ്ഞു വിട്ടെന്നിരിക്കട്ടെ, ചിലപ്പോൾ ഏതെങ്കിലും സഹോദരന്മാരായിരിക്കാം വന്നിരിക്കുക, ആരും ആകട്ടെ. വന്നു കഴിയുമ്പോൾ എടാ നിന്നെ വീട്ടിലേക്ക് വിളിക്കുന്നു. ചോദിക്കില്ലേ എന്തിനാണെന്ന്? എടാ അവിടെ ഒരു സദ്യ നടക്കുക. സദ്യയോ? ആ ഇനിയിപ്പോൾ ഇപ്പം എന്തിനാ, ഞാനെന്തിനാ വരുന്നേ? നീ വന്നല്ലാതെ സദ്യ നടക്കില്ലെന്നാ പറയുന്നേ. ഞാൻ വരുന്നില്ല, എന്നെ മുന്നേ വിളിച്ചില്ലല്ലോ. നമ്മളായിരുന്നെങ്കിൽ നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ. എന്നെ മുന്നേ ഞാൻ വരില്ല എന്ന് ആര് പറഞ്ഞില്ല? എനിക്ക് ആ ഭാഗം ഒത്തിരി സന്തോഷമുള്ള ഭാഗമാണ്. ദാവീദ് നടന്നു വരുമ്പോൾ, ആ പന്തിയിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അവനെ ശ്രദ്ധയോടെ നോക്കുകയാ. അവൻ കയറി വന്ന് ശൗമേലിന്റെ അടുക്കലെത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ഇവനാണ്. ആ സഹോദരന്മാരുടെ മധ്യേ, വിശിഷ്ടരായ അതിഥികളുടെ മധ്യേ അവന്റെ തലയിൽ അഭിഷേക തൈലമൊഴിച്ചവനെ അഭിഷേകം ചെയ്ത ഇസ്രായേലിന് രാജാവാക്കിയെങ്കിൽ ഇന്ന് പകരെന്നെ കേൾക്കുന്ന ദൈവമല്ലേ, തള്ളുന്നവർ തള്ളട്ടെ, മാറ്റി നിർത്തുന്നവർ മാറ്റി നിർത്തട്ടെ. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസ്തയോടെ നിൽക്കുമോ? നീ അതിൽ നല്ല ബന്ധത്തിനുടമയായി യാത്ര ചെയ്യുമോ? അതും നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഹോശാഫാത്ത് ചെയ്തതാണ്. അന്യദൈവങ്ങളെ നീക്കേണ്ടതിനെ നീക്കം ചെയ്യുവാൻ അവനൊരു മടിയില്ലായിരുന്നു. എല്ലാറ്റിനെയും തച്ച് തകർത്ത് ശുദ്ധീകരണം വരുത്തേണ്ടതുപോലെ ദൈവവചന വ്യവസ്ഥ പ്രകാരം ക്രമീകരണം ചെയ്തപ്പോൾ വചനം പറയുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, കാപട്യം നിന്നിൽ നിന്ന് പോകണം. ഹല്ലേലൂയ. പക്ഷപാതം നിന്നിൽ നിന്ന് മാറണം. ഹല്ലേലൂയ. ദൈവവചന വ്യവസ്ഥ പ്രകാരം നീ നിന്നെ ക്രമീകരിച്ചാൽ എന്നെ മാനിക്കുന്നവരെ സ്തോത്ര. ശൗമേലിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഈശായിയുടെ ഗൃഹത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ആരെ കണ്ടിരിക്കുന്നു? ഇവൻ രാജസ്ഥാനത്തിരുന്നിട്ടില്ല. ഇവനെ കുറിച്ച് ഫെലിസ്ത്യർ പറയുന്നത് ഇവൻ ഇസ്രായേലിലെ രാജാവാ. ആ കസാരയിൽ ഇരുന്നിട്ടില്ല. ശൗലാണ് രാജാവ്. പക്ഷെ ഫെലിസ്ത്യർ പറയുന്നു ഇവനാണ് രാജാവ്. അഭിഷേകം നിന്റെ തലയിലുണ്ടെങ്കിൽ നീ ദേശത്ത്
ഹല്ലേലൂയ. നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. അഭിഷേകം നിന്റെ തലയിലുണ്ടെങ്കിൽ, അഭിഷേകത്തിന് നീ ഉടമയാണെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്നിലുണ്ട്. ദൈവ സാന്നിധ്യം നിന്നിലുണ്ടെങ്കിൽ നീ പറയുന്നത്, നീ പ്രവർത്തിക്കുന്നത് അത് ദൈവഹിതപ്രകാരമാണ്. ഉയരത്തിലെ ജ്ഞാനത്തിന് ഉടമയായി നീ മാറുകയാ. നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ യോഗ്യത കൊണ്ടല്ല, നിന്റെ പഠിപ്പിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, കുടുംബ മഹിമ കൊണ്ടല്ല. ഉയരത്തിലെ ജ്ഞാനം നിന്നിൽ പകർന്നപ്പോൾ ഹല്ലേലൂയ, നീ ഒരു നിർമ്മല ഹൃദയത്തിനുടമയായി മാറി. വേദപുസ്തകം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കേട്ടോ. ശൗൽ അഭിഷേകം പ്രാപിച്ച സമയത്ത് ശൗമേലിനെ വിട്ടുമാറിയപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, വേറെ ഒരു ഹൃദയം ആർക്ക് നൽകി? ശൗലിന് ദൈവം നൽകി. പക്ഷെ ആ ഹൃദയം കൊണ്ട് കുറച്ച് ദിവസം നടന്നുള്ളൂ, അധികം നാള് നടന്നില്ല. അതാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. മൊത്തമായ ഒരു ചേഞ്ചസ് ഒരു ദൈവ പൈതലിന് ഉണ്ടാകും, ഉണ്ടായേ പറ്റൂ. കുറേശ്ശെ കുറേശ്ശെ മാറുന്നല്ല. ഒരു കുപ്പി കള്ള് മുഴുവൻ കുടിച്ചിരുന്നു, ഇപ്പം അര കുപ്പിയെ കുടിക്കുന്നുള്ളൂ. 4 പാക്കറ്റ് സിഗരറ്റ് വലിച്ചിരുന്നു, ഇപ്പൊ 2 പാക്കറ്റേ ഉള്ളൂ. അതല്ല മാനസാന്തരം. പാപവഴികളിൽ നിന്ന് നാശത്തിലേക്ക് പോയതായ പാതയിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുന്നതാണ് ദൈവമക്കളുടെ യഥാർത്ഥമായ അനുഭവം. പിന്നെയും ഏതെങ്കിലും അനുഭവങ്ങൾ പൊന്തി വരുന്നുണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യേണ്ടതുപോലെ, നീക്കം ചെയ്യേണ്ടതുപോലെ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നീ ജീവിക്കും. ആത്മാവിനെ തന്നിരിക്കുന്നത് 2 അന്യഭാഷ പറയുവാൻ വേണ്ടിയുള്ളതല്ല. ആത്മാവിനെ നിനക്ക് നൽകിയത് സകല സത്യത്തിലും വഴി നടത്തുവാൻ വേണ്ടിയാണ്. ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവിക ബന്ധത്തിന് ഉടമയായി ജീവിച്ചേ മതിയാകും. ആത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ് ആത്മാവ്. ആത്മാവിനോട് ചേർന്ന് നമുക്കും യാത്ര ചെയ്യാം. ഇസ്രായേലിന് ഒരു നിർമ്മല ഹൃദയമുള്ളവന് നല്ലവനാകുന്നു നിശ്ചയം. ഇസ്രായേലിന്റെ പ്രത്യേകത എന്താണ്? താഴ്മയുള്ള ഒരു അനുഭവത്തിനുടമ. സ്തോത്രം. നിർമ്മല ഹൃദയത്തിലെ പ്രവൃത്തി എന്താണ്? അതിന്റെ ശ്രേഷ്ഠത എന്താണ്? സ്തോത്രം. കാപട്യമില്ലാത്ത, പക്ഷപാതമില്ലാത്ത ഒരു ഹൃദയത്തിന് ഉടമയായി മാറും. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. പഴയ കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. 2 കാര്യം പറഞ്ഞ് ഒന്ന് തമ്മിൽ തല്ലുണ്ടാക്കാതെ ചിലർക്ക് എന്ത് ചെയ്യില്ല? ഉറക്കം വരില്ല. എന്തെങ്കിലും പറഞ്ഞ് ചൂട്ട് കത്തിക്കും. ചൂട്ട് കത്തിച്ചിട്ട് എന്ത് ചെയ്യും? മാറി നിൽക്കും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഹമാൻ. അങ്ങനെ ഇപ്പം അത് കുറവാണ്, പ്രത്യക്ഷത്തിൽ കാണാൻ കുറച്ച് കുറവാണ്. പക്ഷേ പഴയ കാലങ്ങളിൽ എന്നും കാണുമായിരുന്നു. അയലക്കാരായിട്ട് വഴക്കുണ്ടാക്കാത്ത ആളുകൾ, കുടുംബങ്ങൾ കുറവായിരുന്നു. അതല്ല ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം. ദൈവ പൈതലെങ്കിൽ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, കാപട്യമില്ലാത്ത
ഒരു ഹൃദയത്തിന്, പക്ഷപാതമില്ലാത്ത ഒരു ഹൃദയത്തിന് ഉടമയായി ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിന്നെ ആരെല്ലാം തള്ളട്ടെ, ദാവീദിനെ ഉയർത്തിയ ദൈവം. ആസാഫ് ഒടുവിൽ ദൈവസന്നിധിയിൽ ചെന്നു. ഹെമാൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. നീ അവരെ നിർത്തിയിരിക്കുന്നത് വഴുവഴുപ്പിലാണ്. ഏത് സമയത്തും അവർ തകർന്നു പോകാം. എന്നാൽ ആസാഫ് പറയുകയാണ്, 23-ാം വാക്യം, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇന്ന് പകൽ ദൈവാത്മാവ് റിപ്പീറ്റേഷൻ നടത്തുകയാ. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ വലം കൈക്ക് പിടിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകാതെ ആ സാന്നിധ്യം അനുഭവിച്ച് യാത്ര ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനത്തിന്റെ മുൻപിൽ നമുക്കൊന്ന് മുട്ടുകടക്കാം. ഈ വചനത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. 28-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അവന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കരുണയുള്ള ദൈവമേ, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങൾക്ക് കേൾപ്പിച്ച അനുഗ്രഹീത ആലോചനയ്ക്കായി സ്തോത്രം. പരിശുദ്ധയാത്മാവിന്റെ ഇമ്പമേറിയ ശബ്ദത്തിനായി സ്തോത്രം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. കർത്താവേ, ദൈവസഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. ഈ ദേശത്തിന് അനുഗ്രഹമാകട്ടെ. കേൾവിക്കാർക്ക് അനുഗ്രഹമാകട്ടെ. ദൈവപ്രവൃത്തിയായത് വെളിപ്പെടട്ടെ. മഹത്വം മുഴുവൻ യേശു കർത്താവിന്, ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.